ഹലോ ഹലോ ഓക്കെ, നമ്മുടെ പരിപാടികൾ വീണ്ടും തുടരുകയാണ്. നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഭാഗം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും എത്തുന്നവരെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് സമ്മാനങ്ങളും ക്വസ്റ്റ്യൻസും പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഞങ്ങളിവിടെ ഒരു ഉഗ്രൻ സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് സമ്മാനത്തിന് അർഹൻ എന്ന് ഞാനിപ്പോൾ പറയാം. ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അവരുടെ കുടുംബത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ MRP സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാരൻസിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വന്ന് എത്ര കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് സമ്മാനം വാങ്ങി തിരിച്ചു പോകാം. ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും കൂടുതൽ പഠിച്ചത് നിങ്ങളൊന്നും തീരുമാനിക്കണ്ട, ഇവിടെ വന്ന് പറഞ്ഞാൽ മതി. 6 കുട്ടികൾ കൂടുതൽ ഓക്കെ 8 11 പേരുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായി സ്റ്റേജിലേക്ക് കടന്നു നമുക്ക് സമ്മാനം വാങ്ങാം. 11 കുട്ടികൾ MRP സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ ഈ MRP സ്കൂളാണ് അവരുടെ മക്കളാക്കി തീർത്തത്. അഭിമാന പുരസ്സരം ഇവിടെ നമ്മുടെ 2 പേരെ തീരുന്നതാ. ചോദിക്കാം, ആരൊക്കെയാണ്? ഇപ്പൊ പറയും. മുഹമ്മദ് അബ്ദുൽ അസീസ് ആണ്. അവരുടെ 1944 മറത്തിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 11 മക്കളെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. നമുക്ക് അവരുടെ പേരൊന്ന് ചോദിക്കാം. മുഹമ്മദ് അലി, ഷാഹിൽ അലി, മഹ്മൂദ്, അഷ്റഫ്, ഹനീഫ, മുസ്തഫ, മൻസൂർ, 2 പെൺകുട്ടികൾ, സാജിദ, നിഷാദ, ഷബീർ, ഷംസുദ്ദീൻ. ഓക്കെ, 11 പേര് തന്നെയാണ് ഉള്ളത്. നമുക്ക് അടുത്താണ് നോക്കാം. എത്ര? സാഹിദ, സാഹിറ, റഷീദ, അമീറുദ്ദീൻ, ഷെർമിന, ഫായിസ, ഷബീർ അഹമ്മദ്, ഉഷ്ണ, മറിയം, റൈഹാന, അബ്ദുൽ ഖാദർ. ഓക്കെ, ഇവർ 11 തന്നെയാണ്. ഓക്കെ, സമ്മാനം പോയിട്ട് വേണ്ടി നമ്മുടെ ജാസിമിനെ വേദിയിലേക്ക് ക്ഷണിച്ചു. ജാസിം MP. അടുത്ത സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി സിയാദിനെ ക്ഷണിച്ചോളൂ. സിയാദിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ക്വസ്റ്റിന് ഉത്തരം അറിയുന്ന ഫസ്റ്റ് കൈ പൊന്തിക്കുന്ന ആൾക്കാണ് സമ്മാനം. ഫസ്റ്റ് കൈ ഉയർത്തുന്ന ആൾക്കാണ് സമ്മാനം. നമ്മുടെ MRP സ്കൂൾ സ്ഥാപിതമായ വർഷം കൃത്യമായി പറഞ്ഞ ഉത്തരം കൈ നോക്കിയിട്ടുണ്ട്. സ്ത്രീകളാണ് ഇപ്പോൾ മുൻപന്തി നിൽക്കുന്നത്. ഇവിടെ സമ്മാനത്തിന് അർഹയായ വ്യക്തി ഓക്കെ, എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി നമുക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരണം എന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടി മഹത് വ്യക്തികൾ നമുക്കിവിടെ സന്നിഹിതരായിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ആദിത അവരുടെ ക്ഷണിച്ചു.
അധ്യാപകരെ, നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി ഒരുപാട് ദിവസത്തെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലൂടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ വളരെയധികം അഭിനന്ദിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ഒരു വലിയ ഒരു സംരംഭത്തിൻ്റെ, പ്രത്യേകിച്ചും ഇപ്പോൾ കാണിച്ച വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ നമ്മുടെ നാട്ടിന് തികച്ചും അനുയോജ്യമായ ഒരു എല്ലാ സൗകര്യങ്ങളും കൂടിയ, പ്രത്യേകിച്ച് അംസമുൻഷി പറഞ്ഞതുപോലെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉള്ള ഒരു പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം നടപ്പിലാക്കാനുള്ള, സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നല്ല തുടക്കം ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം വീക്ഷിച്ച പോലെ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, ശോചനീയാവസ്ഥയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് ചരിത്രത്തിലേക്ക് പിന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. നേരത്തെ ബാലമാഷ് പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരൊക്കെ കെട്ടിപ്പടുത്ത ഈ സ്ഥാപനം അന്ന് നമ്മുടെ നാട് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, സ്കൂളിൽ പോലും വിദ്യാർത്ഥികളെ പഠിക്കാൻ വിടാത്ത ഒരു അവസ്ഥയിൽ വളരെയധികം അർപ്പണബോധത്തോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ഒരുപാട് അധ്യാപകർ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് MRUP സ്കൂൾ എന്നത്. ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ശോചനീയാവസ്ഥ കാണുമ്പോഴും ഇതിന് പിന്നിൽ, ഇതിൻ്റെ അപ്പുറത്ത് ഇത് നന്നാക്കാൻ വേണ്ടി ഒരുപാട് അധ്യാപകരായാലും ശരി, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായാലും ശരി, എല്ലാവരും നല്ല ഉദ്ദേശത്തോടെ പലപ്പോഴായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ നല്ല മനസ്സോടെ കാണുകയും ഇനി കൂടുതൽ കാര്യങ്ങൾ വിമർശിച്ച് കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കാതെ ഇനി നമുക്ക് അടുത്ത 5 വർഷത്തിൽ, അടുത്ത 10 വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതായിരിക്കണം നമ്മുടെ ചർച്ച. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യം തന്നെ, ഈ സ്കൂളിൽ വളരെ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടാനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ പോലും പഠിപ്പിക്കാനും അവരെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിൽ ഒരുപാട് പേഴ്സണൽ എഫേർട്ടിട്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരുപാട് പല അധ്യാപകരും
നമുക്കുണ്ടായിരുന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വളരെ കടപ്പാടോടും കടമയോടും കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന താല്പര്യം പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന താല്പര്യം തീർച്ചയായും അതൊരു സംഘടിതമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഈ സ്കൂളിനെ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള പല സ്കൂളുകളോടും കടപിടിക്കാവുന്ന രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്ന് വളരെ ദൃഢമായി ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രാഥമികമായി വേണ്ടത് കൂടുതൽ വിമർശനങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും എല്ലാവരും കമ്മിറ്റിയെ വിമർശിക്കുമ്പോഴും അധ്യാപകരെ വിമർശിക്കുമ്പോഴും നാട്ടുകാരെ വിമർശിക്കുമ്പോഴും അതിനു മുമ്പ് എല്ലാവരും ചോദിക്കേണ്ടത് സ്വയം വിമർശിക്കുക. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിനാണ് ആദ്യം ഉത്തരം കാണേണ്ടത്. അതുകൊണ്ട് കഴിയുന്നതും വിമർശനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പരസ്പരം സഹകരിക്കുകയാണെങ്കിൽ ഇത് നന്നാക്കിയെടുക്കാനുള്ള കാലതാമസം കുറയും. ചർച്ചയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പല രൂപത്തിൽ ഇതിനെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഏതാണ് ശരിയെന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. അത് പൂർണ്ണമായും ശരിയാവണമെന്നില്ല. എന്നേക്കാൾ വളരെ പ്രായോഗികമായ അഭിപ്രായങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. അതും ഇവിടെ വരണം. ഏതാണ് നല്ലത്, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ച് ഒരു നല്ലൊരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റും എന്നതാണ് എൻ്റെ വിശ്വാസം. അതിന് എനിക്ക് ഇതിന് ഒരു സൊല്യൂഷൻ ഒറ്റവാക്കിൽ പറയാൻ ഒരു സൊല്യൂഷൻ ഇല്ല. എനിക്ക് എൻ്റേതായ കുറേ നിർദ്ദേശങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ എൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ വെക്കാം. അത് മറ്റുള്ളവരും അതിൽ ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ അതൊരു നല്ല രൂപത്തിലെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിന് ആദ്യമായിട്ട് ഇതുപോലെയുള്ള ഒരു അലുമിനി ഫോറം എനിക്ക് തോന്നുന്നു ഈ മാട്ടൂരിൽ ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്ന ദുബായ്, അബുദാബി, മെയിൻലി UAE പോലെയുള്ള Incoming message. ഓക്കെ, ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ താല്പര്യം ചോർന്നു പോകാതെ അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ ഒരു നന്നായിട്ട് ഒരു അലുമിനി ഫോറം ഉണ്ടാക്കുകയും അതിനൊരു ഫംഗ്ഷൻ വെക്കുകയും ഈ മെസ്സേജ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇവിടെ കാണുന്ന ഈ സ്കൂളിൻ്റെ രണ്ട് പ്രശ്നം, ഇന്ന് എല്ലാവർക്കും കമ്പ്യൂട്ടർ അറിയുണ്ടാവും. കമ്പ്യൂട്ടറിന് രണ്ട് കാര്യമുള്ളത്, ഒന്ന് ഹാർഡ്വെയർ, ഒന്ന് സോഫ്റ്റ്വെയർ. നമ്മൾ സ്കൂളിൻ്റെ ഹാർഡ്വെയറാണ് ഒരു 5 മിനിറ്റ് മുൻപ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ചെയ്തിട്ടില്ല, അവർ ചെയ്തിട്ടില്ല എന്നത് പറയുന്നു. ഇത് ചെയ്യേണ്ടത് നമ്മളെല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തിട്ടില്ല, കമ്മിറ്റി ചെയ്തിട്ടില്ല, ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നതിലേക്ക് ചർച്ച പോവാതെ
ഈ സ്കൂളിൻ്റെ ഹാർഡ്വെയർ വളരെ ദയനീയമാം വിധം വളരെ മോശമായ അവസ്ഥയിലാണ്. ആദ്യത്തേത് നമ്മുടെ ഹാർഡ്വെയർ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഉള്ളത് സോഫ്റ്റ്വെയർ. ഈ സ്കൂളിലെ പഠന രീതി, ഈ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ചും പ്രാഥമിക വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുപാട് മാർക്കുള്ള കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കൈയിട്ട് സ്കൂളിലേക്ക് പോവുക, ഷൂ ഇട്ട് സ്കൂളിലേക്ക് പോവുക എന്നതല്ല. മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അവരുടെ മാനസിക, ഇൻ്റലക്ച്വൽ, ബുദ്ധിപരമായ, ഫിസിക്കൽ, ശാരീരികമായ കഴിവുകൾക്ക് പരമാവധി ഉയരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള പ്രാഥമികമായ സ്കില്ല്, കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസ പ്രോഗ്രാം, അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസർ, ഈവൻ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വിദ്യാഭ്യാസ ഓഫീസറെ ഈവൻ എംപ്ലോയ് ചെയ്തുകൊണ്ട് അടുത്ത 5 വർഷത്തിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ ഒരു വിദ്യാഭ്യാസ പ്രോഗ്രാം ഉണ്ടാക്കുകയും അതിനിവിടുത്തെ സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് വേണമെങ്കിൽ ട്രെയിനിങ്, ഫർദർ ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ വളരെ പ്രൊഫഷണലായി നോക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ഗവേണിംഗ് ബോഡിയുടെ നേതൃത്വത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓഫീസർ ഇത് മാനേജ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥാപനത്തെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സ്ഥാപനം നന്നാകുമ്പോൾ അതിൻ്റെ ഗുണം ഈ പ്രദേശത്തുള്ള നമുക്കെല്ലാവർക്കുമാണ്. നമുക്കറിയാം, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരെല്ലാവരും തന്നെ ദൂരത്തുള്ള വിദ്യാലയത്തിലാണ് അവരുടെ കുട്ടികളെ അയക്കുന്നത്. അതിന് അവരെ കുറ്റം പറയാൻ നമുക്കാർക്കും അർഹതയില്ല. അവരുടെ കുട്ടികൾ അവരുടെ പ്രതീക്ഷയാണ്, അവർ ജീവിക്കുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്ന, അവർ മനസ്സിലാക്കുന്ന, നല്ലതെന്ന് അവർ മനസ്സിലാക്കുന്ന സ്ഥാപനത്തിലേക്ക് അവരെ കുട്ടികളെ അയക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ നമുക്കാർക്കും അർഹതയില്ല. ആ ഒഴുക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ കുട്ടികൾ അയച്ചാൽ അവരുടെ കുട്ടികൾ നന്നാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളുടെ പ്രവർത്തനത്തിലൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. എങ്കിലേ ഈ സൈക്കിൾ തിരിച്ചു വരും. അതിന് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5-10 വർഷത്തെ കഠിനമായ പരിശ്രമത്തിലൂടെ മാത്രമേ ആ ഒരു തിരിച്ചുവരവ് നടക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലരും ചെലവഴിക്കുന്ന ഒരുപാട് തുക, പ്രൈവറ്റ് സ്കൂളിൽ നഴ്സറി മുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് തുക നമുക്ക് ആവശ്യമില്ല, അത് ലാഭിക്കാൻ പറ്റും. കാരണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ മെയിനായിട്ടുള്ള സാലറി ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. മറ്റുള്ള സഹായങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തി, അതുമാത്രമല്ല എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ മറ്റുള്ള സ്കൂളിനെക്കാട്ടും സത്യത്തിൽ കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ ട്രെയിനിങ്ങും ഉള്ളവരാണ്. പക്ഷേ നമ്മൾ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അവർ ഇത്ര തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത
ഇത്ര തന്നെ ട്രെയിനിങ് ഇല്ലാത്ത വളരെ ദൂരെയുള്ള വിദ്യാലയങ്ങളിലേക്ക് അവരുടെ കുട്ടികളെ അയക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈക്കിൾ മാറ്റണമെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ഹാർഡ്വെയർ വേണം, നല്ലൊരു സോഫ്റ്റ്വെയർ വേണം. അങ്ങനെ രണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ള, അതായത് നമ്മളുടെ അയൽവാസികളെ നമ്മുടെ കുട്ടികളെ നെക്സ്റ്റ് ജനറേഷന് അവരുടെ വിദ്യാഭ്യാസപരമായ, ബുദ്ധിപരമായ, കലാപരമായ, കായികപരമായ എല്ലാ കഴിവുകളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റും. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുവന്നില്ല. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, ഇത് 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ നടക്കാനും പോകുന്നില്ല. ഇത് വളരെ ശക്തമായ പരിശ്രമം, ഒരുപാട് വർഷം വേണ്ടിവരും. അപ്പം അതിന് ഒരു നെക്സ്റ്റ് 1 ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കൂടുതൽ കുട്ടികളെ കൊണ്ടുവരല്ല. ഇവിടെ ആൾറെഡി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അവർക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം ഉള്ള സൗകര്യത്തിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാർഡ്വെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുക. അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് വെക്കുന്ന ഒരു നിർദ്ദേശം, ഇത് ഞാൻ വളരെയധികം പഠനം ഒന്നും നടത്താതെ ഞാൻ പറയുന്ന ഒരു അഭിപ്രായമാണ്. തീർച്ചയായും അതിൻ്റെ പ്രായോഗികതയിലേക്ക് കിടക്കുമ്പോൾ അത് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അറ്റ്ലീസ്റ്റ് ഒരു 25 ക്ലാസ് റൂമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മോഡേൺ ബിൽഡിങ് നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? കയ്യടിച്ച് പാസ്സാക്കാൻ എളുപ്പമാണ്, പക്ഷേ അത്ര ഈസിയല്ല. പക്ഷേ ഈസി അല്ലെങ്കിലും നമുക്ക് പരിശ്രമിച്ചാൽ ഇത് നടക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം ഈ 25 ക്ലാസ് റൂം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഒരു ക്ലാസ് റൂമിന് എത്ര ചിലവാകുന്നു. മേ ബി ഒരു 3-5 ലക്ഷം കൊണ്ട് ഒരു ക്ലാസ് റൂം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരുപാട് ചർച്ച ചെയ്ത് എവിടെ എത്താത്ത അവസ്ഥയിലേക്ക് പോകുന്നതിൽ നല്ലത് ഈ മാട്ടൂലിലുള്ള ഈ ഭാഗത്തുള്ള ഇതിന് സന്നദ്ധതയുള്ള ഒരു 25 ആളെ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ 25 ആള് അത് ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഷാർജ കൂട്ടായ്മയിലെ ഒരു പ്രതിനിധിയാവാം, അല്ലെങ്കിൽ ദുബൈ കൂട്ടായ്മയുടെ ഒരു പ്രതിനിധിയാവാം, അല്ലെങ്കിൽ കുവൈത്ത് കൂട്ടായ്മയുടെ ഒരു പ്രതിനിധിയാവാം. ആ 25 പേര് 25 ക്ലാസ് റൂം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ചിലവാക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു വ്യക്തി പറയാണ്, ഞാനൊരു ക്ലാസ് റൂമിന് സംഭാവന ചെയ്യാം. ചിലപ്പോൾ ആ ക്ലാസ് റൂം അയാളുടെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേരിൽ നമുക്കത് നിയത്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, 7ാം ക്ലാസ് A ഡൊണേറ്റഡ് ബൈ മെമ്മറി ഓഫ് അബൂബക്കർ ഹാജി ഓർ ഖാദർ ഹാജി എന്ന് വെച്ചാൽ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതിനുള്ള ഒരു അംഗീകാരമായി. അതോടൊപ്പം തന്നെ നമുക്കൊരു ക്ലാസ് റൂമായി. അങ്ങനെ ഒരു 25 ആളെ സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ ഏകദേശം ബുദ്ധിമുട്ടില്ലാതെ സാധിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു ശ്രമം നടത്തുക എന്നതായിരിക്കണം ഇവിടെ രൂപപ്പെടാൻ പോകുന്ന അലുമിനി അസോസിയേഷനും ഇനി ഇതിൻ്റെ ഭാഗമായി UAE-യിൽ നടക്കാൻ പോകുന്ന അലുമിനി അസോസിയേഷനും. ആ 25 ആളെ സംഘടിപ്പിക്കുക. ആ 25 ആൾ വളരെ പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുക്കുക.
അതിനൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയും വളരെ കൃത്യമായ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിബന്ധനകളോടെ ബിൽഡിംഗ് ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും ആൾക്കാർ സംഭാവന കൊടുക്കാത്തതിന് പല കാരണങ്ങളും, പലപ്പോഴും അവരുടെ ഉദ്ദേശം അതിൻ്റെ വഴിക്ക് പാഴായി പോകുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവും ഈ വ്യക്തികൾക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 25 ആളെ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അഡ്വയർ ഉണ്ടാവും. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ അതിലൊരു ക്ലാസ് റൂം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പേഴ്സണലി ഞാൻ റെഡിയാണ്. അങ്ങനെ അടുത്ത ഒരു 24 ആൾ, അത് സംഘടനയുടെ പ്രതിനിധിയാവാം, വ്യക്തികൾ തന്നെ ആവാം. അങ്ങനെ നമ്മളൊരു അടുത്ത ഒരു 6 മാസം ഇതിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പലതരം അഭിപ്രായങ്ങൾ വരും, പലതരം പ്രശ്നങ്ങൾ വരും. പക്ഷെ നമുക്ക് വേണ്ടത് 1000 ആളോ 500 ആളോ വേണ്ട, 25 ആളെ നമുക്ക് വേണ്ടു. ഈ 25 ഈ വ്യക്തികളുടെ പണിയാണ് അയാൾ പ്രതിനിധി. അതൊരു കുടുംബമാവാം, അതൊരു ഫാമിലി ആവാം, അതൊരു സ്പോർട്സ് ക്ലബ് ആവാം, അതിൻ്റെ പ്രതിനിധിയാവാം. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞ് ബിൽഡിംഗ് ആവും. അതോടൊപ്പം തന്നെ കാരണം ഈ 25 ആളും ഇങ്ങനെ ചെയ്യുന്നത് നാളെ ഈ MROP സ്കൂൾ ഒരു മോഡൽ സ്കൂളായി മാറണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പകുതിയാവുന്നുള്ളൂ. അതിൻ്റെ പകുതി എന്നുള്ളത് അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള അധ്യാപകർ സഹകരിക്കണം. കാരണം ഇതൊരു ജോലി പ്രശ്നമല്ല, ഇവിടുത്തെ പ്രശ്നം അടുത്ത ജനറേഷനാണ്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാതെ നമുക്ക് ഒരു 3-4 കുട്ടികളായി എന്തെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് അയക്കുന്ന പാരൻസിൻ്റെ ഉത്തരവാദിത്തമല്ല. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ താല്പര്യമല്ല, നമുക്കൊരു ജോലി വേണം എന്ന അധ്യാപകരുടെ താല്പര്യമല്ല. മറിച്ച് ഇതിൻ്റെ പ്രധാന വ്യക്തി ഇവിടുത്തെ കുട്ടികളാണ്. അവരുടെ പുരോഗതിയാണ്, അവരുടെ എല്ലാ തലത്തിലുള്ള അഭിവൃദ്ധിയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടെയുള്ള അധ്യാപകരുടെ സഹകരണം ഉണ്ടാവണം. അതുണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ മറ്റുള്ള സ്കൂളുകളേക്കാൾ നന്നായി ട്രെയിൻ ചെയ്യാൻ പറ്റും വിധം അവരുടെ എക്സ്പീരിയൻസും അറിവും അവർ സ്വയം ഇമ്പ്രൂവ് ചെയ്യും വേണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ഇവിടെയുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുകയും വേണം. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇന്ന് നമ്മുടെ പുതിയ ജനറേഷൻ നമ്മളാകാട്ടിയും പല കാര്യങ്ങളിലും മെച്ചപ്പെട്ടവരാണ്. ഇന്നത്തെ ഇവരുടെ സ്കില്ലുകളിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഐ ആം വെരി ഇംപ്രസ്ഡ്. കാരണം നമ്മൾ പ്രായമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെക്കാട്ടിയും കഴിവുള്ളവരാണ് നമ്മളുടെ അനുജന്മാരും നമ്മളുടെ മരുമക്കളും നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനും. അപ്പോൾ അവരെ നമ്മൾ ഇതിലേക്ക് ഉപയോഗപ്പെടുത്തണം. കാരണം നമ്മൾ അവസാനം ഇത് മാനേജ് ചെയ്യുമ്പോൾ അവരുടെ കഴിവുകളും അവരുടെ ഐഡിയ ഒക്കെ തന്നെ ഇതിൽ വന്ന് അങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ഫൈനൽ ലക്ഷ്യത്തിലേക്ക് ഈ സ്കൂളിനെ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് തോന്നുന്നു കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്ന കാര്യമില്ല. വളരെ സിമ്പിളാണ്. നമുക്കിവിടെ ഹാർഡ്വെയർ വേണം, സോഫ്റ്റ്വെയർ വേണം. ഹാർഡ്വെയർ ഉണ്ടാക്കാൻ 25 ആളെ സംഘടിപ്പിക്കുക, 25 ക്ലാസ് എടുക്കുക. ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ അലുമിനിയുടെ ഉദ്ദേശം. അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം, അതിന് അധ്യാപകർ സഹകരിക്കണം.
അതിനിവിടുത്തെ മാനേജ്മെൻറ്റ് സഹകരിക്കണം. കാരണം അവസാനം ഈ ഐഡിയയും, കാരണം നമ്മുടെ ജനറേഷൻ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഗൾഫിലൊക്കെ പോയി നല്ല നല്ല കമ്പനികളിലും നല്ല നല്ല സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസും അറിവും നേടിയിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മാനിക്കണം. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഇത് ഒന്നുകൂടി ഞാൻ പറയുന്നു, പറയാൻ എളുപ്പമാണ്. ഇത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ ഈഗോ, നമ്മളുടെ എന്താ പറയുക, ഒരാൾക്ക് കണ്ടുകൂടാ, അങ്ങനെ ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. കുറച്ചും കൂടി മെഡിസിൻ പഠിച്ചുകൊണ്ട് പറയുകയാണ്, അത് എന്തായാലും ഏതൊരു പ്രസ്ഥാനത്തിന്, അത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ശരി, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളായാലും ശരി, ചെറിയ ചെറിയ പഞ്ചായത്ത് പ്രശ്നങ്ങളായാലും ശരി, എന്തായാലും മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ തരണം ചെയ്യുക, നമ്മൾ കഴിയുന്നതും വിമർശനങ്ങൾ ഒഴിവാക്കുക. എന്താ പറയുക, നല്ലൊരു കാര്യത്തിനാണെന്ന് വിചാരിച്ച് കഴിയുന്നത്ര കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ലൊരു സ്കൂളിന് വേണ്ടി, ഇപ്പോൾ ഇവിടെ അവിടെ പ്രദർശിപ്പിച്ച ചിത്രങ്ങളൊക്കെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന, അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്കൂളിലുണ്ട്. അവരുടെ കഴിവുകൾ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കണം. അവർക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ അടുത്ത് ഒരു സ്കൂൾ സന്ദർശിച്ചപ്പോൾ അവിടെ എഴുതി വെച്ച ഒരു നാട്ടുകളിൽ തന്നെ ഒരു സ്കൂള് സന്ദർശിച്ചപ്പോൾ അവിടെ എഴുതി വെച്ച ഒരു കാര്യം ഞാൻ ഫോട്ടോ എടുത്തിന്, അത് വായിച്ചിട്ട് ഞാൻ നിർത്താം. ഈ മാട്ടൂരിൽ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ വേറെ ഒരു ആവശ്യത്തിന് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ പല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഫോട്ടോ എടുത്തു വെച്ചു. നല്ല കാര്യങ്ങളാണ്. അതിലൊന്ന്, സെർച്ച് ഫോർ നോളജ് far greater than the prayer, the pilgrimage, the fasting and the fight in the path of God. അത് പറഞ്ഞിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. സെർച്ച് ഫോർ നോളജ്, അറിവിന് വേണ്ടിയുള്ള അന്വേഷണം. അത് ഞാൻ പറയാൻ പോകുന്ന പല കാര്യത്തേക്കാൾ മഹത്തായതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ പ്രയർ, പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, പിലിഗ്രിമേജിൻ്റെ മലയാളം തീർത്ഥാടനത്തിന് പോകുന്നതിനേക്കാൾ, ഫാസ്റ്റിംഗ് നോമ്പ് നോക്കുന്നതിനേക്കാൾ, ആൻഡ് ഫൈറ്റ് ഇൻ ദ പാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വഴിയിൽ, അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മഹത്തായതാണ് അറിവിന് വേണ്ടിയുള്ള പരിശ്രമം, അന്വേഷണം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇത് എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ മടിയില്ല, സഫ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ തീർച്ചയായും ഇത് വളരെ അംഗീകരിക്കാവുന്ന ഹദീസ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു ഇബാദത്താണ്. ആ പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ അവരുടെ വികസനത്തിന് വേണ്ടി നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനുള്ള ഒരു ഫലം നമുക്ക് കിട്ടും എന്ന് ഞാൻ പറയാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയാണ്. വേറൊന്ന് പറയാനുള്ളത്, അവിടെ തന്നെ എഴുതി വെച്ചതാണ്, മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എംബഡീഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് 3H, ഹാൻഡ്, ഹാർട്ട്, ബ്രെയിൻ. അതിൻ്റെ അർത്ഥം അതും സഫാ സ്കൂളിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനർത്ഥം വെറും മാർക്ക് വാങ്ങലല്ല ഒരു സ്കൂളിൻ്റെ ഉദ്ദേശം. ആ കുട്ടിയുടെ
എല്ലാ തലത്തിലുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ഒരു തുടക്കം ഒരു നല്ല തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അത് ഒരു വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. താങ്ക് യു ഡോക്ടർ ആനന്ദ്. നമുക്ക് മുമ്പേ പോയവർ നമുക്ക് വേണ്ടി വിതച്ചത് നമ്മളിന്ന് കൊയ്യുകയാണ്. ഇനി വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇനി നമുക്ക് പിന്നിലുള്ളത് ഒരുപാട് പിഞ്ചു കരങ്ങളാണ്, കുറേ ജീവിതങ്ങളാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാവും? അതെ, ആദ്യം ഡോക്ടർ പറയുകയുണ്ടായി, നമ്മുടെ സ്കൂളിന് വേണ്ടി നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യല്ല, ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ദൗത്യം. അതെ, നമുക്ക് അടുത്തതായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണം എന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കിവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരാണ് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ അതിൻ്റെ ഭാരവാഹികളാകുന്നത്. ഒരു ക്ലാസ് മുറി ദുബായിലുള്ള വാംസ് അസോസിയേഷൻ ഏറ്റെടുത്ത് ആവിഷ്കരിക്കാൻ നടത്തിത്തരാമെന്ന് ഇവിടെ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട്. അതിന് ഭാരവാഹി ഇവിടെയുണ്ട്. ഐസയിൽ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. നിങ്ങൾക്ക് ഓക്കെ അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഓക്കെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉദാരമതികൾ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ മാട്ടൂലിന് വേണ്ടിയാണ്. ഒട്ടും ചെറുതല്ല നമ്മുടെ മാട്ടൂൽ എന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കൂടി വേണ്ടിയാണിത്. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ലിഖിതമായ ബൈലോസാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസും നെയിം നമുക്ക് MRUP സ്കൂൾ അലുമിനി അസോസിയേഷൻ തന്നെയായിരിക്കും. അതിനുവേണ്ടി നമുക്കൊരു 500 മീറ്റർ ചുറ്റളവിലുള്ള ഒരു ഇതിന് അടുത്ത് തന്നെയുള്ള ഒരു ഓഫീസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് നിലവിൽ വരട്ടെ, അതിനുവേണ്ടിയിട്ടുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാവട്ടെ, അതിനുവേണ്ടി നമുക്ക് അതിനുള്ള എല്ലാ പ്ലാൻസും പദ്ധതികളൊക്കെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ എയിംസും ഒബ്ജക്റ്റീവ്സുമാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പഠിച്ചിരിക്കുന്ന എല്ലാവരുമായിട്ടും എല്ലാ വിദ്യാർത്ഥികളുമായിട്ടും ഇവിടുന്ന് പിരിഞ്ഞു പോയവരും പ്രവാസ ജീവിതം നയിക്കുന്നവരുമായി നമുക്ക് നല്ലൊരു റിലേഷൻ വെക്കാനുള്ള ഒരു ചാനൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം. 11 പേരടങ്ങുന്ന ഒരു പാനലിനെ ഞങ്ങളിവിടെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നോമിനേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫ് നോമിനേറ്റഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സലാഹുദ്ദീൻ. എൻ്റെ കയ്യിൽ 11 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാനതിവിടെ വായിക്കുകയാണ്. അബ്ദുൽ വാജിദ് KK, എല്ലാവരും ദയവേത് സ്റ്റേജിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അസ്ലം K, സഫ്വാൻ K, സാബിർ K, സിയാദ് MK, ജാസിർ AP, സുരേഷ്, മർസൂഖ് KKT, ലിയാഖത്ത് അലി KVP, മഷൂദ് K, സലീം GS. 11 പേരുടെ പേരുകളാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ വായിച്ചു കേട്ടാൽ 11 പേരെ കൂടാതെ മറ്റൊരു പാനൽ ആർക്കെങ്കിലും അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതുപോലെ 11 പേരുടെ ലിസ്റ്റ് അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം. എന്നിട്ട് 11 പേരുടെ പാനൽ ഇപ്പോൾ സലാഹു വായിച്ചത് ഒരു 11 പേരുടെ ലിസ്റ്റ് ആർക്കെങ്കിലും വായിക്കാം. ഓക്കെ. മറ്റാരും ഒരു 11 പേരടങ്ങുന്ന പാനൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് മിസ്റ്റർ സലാഹുദ്ദീൻ വായിച്ച ഈ പാനൽ കൈയടിച്ച് പാസ്സാക്കിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. അടുത്തത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഒപ്പനയുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരിൽ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ഒപ്പന വേണം നിങ്ങൾക്ക് വേണ്ടി. അടുത്തത് നല്ലൊരു ഒപ്പന.
പാലാണോ കാനനവനിയിലെ തേനാണോ കാമിനി നിൻചിരി ഏതാണ് പറയൂ നിൻ മനസ്സിലിന്നെന്താണ് കാച്ചിക്കുറുക്കി വെച്ച പാലാണോ കാനനവനിയിലെ തേനാണോ കാമിനി നിൻചിരി ഏതാണ് പറയൂ നിൻ മനസ്സിലിന്നെന്താണ് പുള്ളിത്തട്ടമിട്ട് പണ്ട് പോകുമ്പോൾ പള്ളിക്കൂട വഴിയിൽ ഞാൻ നിന്നപ്പോൾ പുള്ളിമാനെ പോലെ നീ വന്നില്ലേ കഥയാകെ നീ ഇന്ന് മറന്നെന്നോ പണ്ടേ എൻ്റെ ഉള്ളിലൊരു മോഹം മുളച്ചു പെണ്ണെ നിന്നെ സ്വന്തമാക്കാൻ ഞാനെന്നുറച്ചു മോഹം തന്ന് സ്നേഹം വാങ്ങാൻ നിന്നിലടുത്തു അറിയാതെ നീ അന്നെന്നെ വെറുത്തു കാച്ചിക്കുറുക്കി വച്ച പാലാണോ കാനനവനിയിലെ തേനാണോ കാമിനി നിൻചിരി ഏതാണ് പറയൂ നിൻ മനസ്സിലിന്നെന്താണ് ഒരിക്കൽ നീ എന്റെ മുന്നിലണഞ്ഞു അന്നു ഞാൻ നൊമ്പരങ്ങൾ എണ്ണി പറഞ്ഞു ഒന്നും കേട്ടിടാതെ നീ മറഞ്ഞു അനുരാഗം ഞാനന്ന് വലിച്ചെറിഞ്ഞു പണ്ടത്തെ പോലെന്റെ വീട് കൂരയല്ല ഇന്നിപ്പോ ഞാൻ കഴിയുന്നു മാളികയിൽ മൊഞ്ചും തേടിയാലയാൻ നേരമില്ല ഇനി പോയ കാലം വരികയില്ല കാച്ചിക്കുറുക്കി വെച്ച പാലാണോ കാനനവനിയിലെ തേനാണോ കാമിനി നിൻചിരി ഏതാണ് പറയൂ നിൻ മനസ്സിലിന്നെന്താണ് കാച്ചിക്കുറുക്കി വെച്ച പാലാണോ പെണ്ണെ കാനനവനിയിലെ തേനാണോ കാമിനി നിൻചിരി ഏതാണ് പറയൂ നിൻ മനസ്സിലിന്നെന്താണ് ആദിത്യത്തിൽ അരിഹന്തുമോദി ഞങ്ങൾ കോൽക്ക
മതിയാ മണിമങ്ക കിടങ്ങുവൻ മണവാളനിത വരുന്നേ അതെ, നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ഫോറം ഇവിടെ അടുത്തതിന് തയ്യാറാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനും നിങ്ങൾക്ക് തുറന്ന് എന്തെങ്കിലും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ തുറന്ന് സംവദിക്കാനുള്ള ഒരു വേദിയാണ്. ചോദ്യം ഇതാണ്: തലച്ചോറിൽ ഹൃദയമുള്ള ജീവി, തലച്ചോറിൽ ഹൃദയമുള്ള ജീവി. ഉത്തരം ഇപ്പോൾ പറയണ്ട, ഓർത്ത് വെച്ചാൽ മതി. ക്ലൂ വേണോ? ക്ലൂ എന്തെങ്കിലും വേണോ? ക്ലൂ തരാം. ഇത് ഈ ജീവി കടലിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. തലച്ചോറിൽ ഹൃദയമുള്ള ജീവി. അവിടെ വെച്ചാൽ മതി ഉത്തരം. ഞാൻ ചോദിക്കാം, അപ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ഉത്തരം പറയാം. അപ്പോൾ സമ്മാനങ്ങൾ അപ്പോൾ തന്നെ തരുന്നതാണ്. ഓക്കെ. ഇപ്പോഴും 3 കുട്ടികളെ ഈ MRP സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉമ്മയെ പരിചയപ്പെടാം. പരിചയപ്പെടാം. നമ്മുടെ മറ്റൊരു ചേച്ചി ഇതുപോലെ ഇനിയും നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ മാട്ടൂരിൻ്റെ സ്പന്ദനമായി മാറുന്ന സ്പന്ദനമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് വർഷങ്ങളായി അക്ഷരദീപം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന MRP സ്കൂളിലേക്ക് ഇനിയും ധാരാളം കുട്ടികളെ രക്ഷിതാക്കളിലൂടെ എത്തിക്കാൻ ഈ സംഘടന നമുക്ക് തന്നെ സഹായം തരും. അതിനായി എല്ലാവരെയും ഈ സംഘടനയെ ആശംസിക്കുകയാണ്. നല്ലൊരു തുടക്കമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
നന്ദി ടീച്ചർ. നിങ്ങളുടെ ആക്ഷേപങ്ങൾ അറിയിക്കുകയും എല്ലാം വേണം. പക്ഷേ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യകരമായ ഒരു സംവേദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഗത്ഭരായ വ്യക്തികളും നമ്മുടെ ബഹുമാനായ അധ്യാപകരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഓപ്പൺ ഫോറം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന പ്രഗത്ഭരും നമ്മുടെ ആരാധ്യമായ എല്ലാവരും നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. നമുക്ക് ആരംഭിക്കാം ഈ ഓപ്പൺ ഫോറം. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ ഓപ്പൺ ഫോറം എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കുറ്റപ്പെടുത്തലുകളോ പഴയ ആക്ഷേപങ്ങളോ ഇവിടെ നിർത്തി വെച്ച് കെട്ടി വേറെന്തെങ്കിലും ഒരു പുതിയ ആക്ഷേപങ്ങളോ പുതിയ അഭിപ്രായങ്ങളോ ഉണ്ടാക്കുകയില്ല. മറിച്ച് നമുക്ക് പുതുതായി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാം. എൻ്റെ പേര് അബ്ദുൽ വാജിദ് KK, പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഒരു അധ്യാപകൻ കൂടിയാണ്. ഇന്നിപ്പം രൂപീകരിച്ച അലൂമിനി അസോസിയേഷൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആരിഫ് KK, ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും സ്കൂളിന് വേണ്ടി നല്ലത് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളും സഹകരിക്കാൻ തയ്യാറാണ്. എൻ്റെ പേര് അഷ്റഫ്, ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ മോഡൽ സ്കൂൾ അധ്യാപകനാണ്. ഇവിടെ മോഡറേറ്ററായിട്ടാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്കിവിടെ മാനേജറുണ്ട്, സ്കൂൾ ഹെഡ് മാസ്റ്ററുണ്ട്, PT പ്രസിഡൻ്റുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഒരിക്കലും ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ ഉപരി ഈ സ്കൂളിൻ്റെ അവസ്ഥ നന്നാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ കൂടുതലായി പ്രിഫർ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യമേ പറയും. MA മുസ്തഫ, 3 വർഷമായിട്ട് ഇവിടെ PTA പ്രസിഡൻ്റാണ്. OM മൻസൂറാണ്. ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനാധ്യാപകൻ. ഞാൻ ചള്ളക്കര ഉസ്മാൻ. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട വർക്കിംഗ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ഇവിടുത്തെ മദ്രസയും അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളുടെ 2-3 പള്ളികളും പിന്നെ സ്കൂളും ഇത് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് മേൽനോട്ടം വഹിക്കേണ്ടത്. അപ്പോൾ 2 ഭാഗവും നോക്കാൻ അധികാരപ്പെടുത്തിയ ആളാണ് ചള്ളക്കര ഉസ്മാൻ. അലീസയും സമർപ്പാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങളെപ്പോലെ ഒരുവൻ അത്രയുള്ളൂ. ഈ മോഡൽ സ്കൂളിന് വിജയത്തിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനം എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളെ സഹകരണം നമുക്ക് ഉണ്ടാകുന്നത് തീർച്ചയായും. നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ തുറന്ന ചർച്ച നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിന് ഇനി എന്ത് വേണം, ഇനി എന്ത് ചെയ്യാൻ കഴിയും, ഇനി ഇതിന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ വിദ്യാലയത്തിന് മറ്റുള്ള വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും പുരോഗതി കൈവരിക്കേണ്ടതുണ്ടോ, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ സ്കൂൾ മാനേജറിൻ്റെ ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് നമുക്ക് അദ്ദേഹത്തിന് ചോദിക്കാം. സാർ, എന്താണിപ്പോൾ നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള നിലവിലുള്ള സിറ്റുവേഷൻ എന്താണ്? നമ്മുടെ ഈ സ്കൂൾ 2 വർഷവും ചില്ലറ മാസങ്ങളും എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ, നേരത്തെ സൈനുൽ ആബിദീൻ സംസാരിച്ച അടിസ്ഥാന സൗകര്യത്തിൻ്റെ പോരായ്മകളാണ് കാര്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിന് പുറമെ തന്നെ ഇവിടെ 2 വർഷത്തിലധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന
ഈ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ മുറി നമ്മളെടുത്തില്ല. അതുപോലെ തന്നെ പാകം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയുള്ള റൂം ഞങ്ങളെടുത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയത് മുതൽ ഇതുവരെ ഇപ്പം കഴിഞ്ഞ 6 മാസം മുമ്പേ സംസാരിക്കലില്ല, അത് പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണ് വേണ്ടിയത്. അതിനു വേണ്ടിയിട്ട് 1-2 പേർ ബേസിക് സ്ഥലം പ്ലാറ്റ്ഫോം ശരിയാക്കാനും വേണ്ടിയിട്ടുള്ള മണ്ണും ചരളൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഹെഡ്മാസ്റ്ററും കൂടി സഹകരിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഓരോ ലോഡ് ഇറക്കിയതല്ലാതെ അതിൻ്റെ ശേഷം വൈകുന്നേരം എന്ന് പറയുന്നതല്ലാതെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്വം മദ്രസക്കും കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ സ്കൂളിന് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്, അതേസമയത്ത് മദ്രസയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരാണ്. ആ നാട്ടുകാരിൽ നിന്ന് പിരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ മാസത്തിൽ മദ്രസയിലേക്കുള്ള ശമ്പളം അവർക്ക് ശരിയാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ കഞ്ഞിക്കോരൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കളാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യമായ എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ ഫലപ്രദമായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് സൗകര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് രക്ഷിതാക്കളതും നാട്ടുകാരതും സഹകരണം വളരെ അത്യാവശ്യമാണ്. അതാണ് ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എനിക്ക് പറയാനുള്ള കാര്യമായ. പിന്നെ ഇവിടുത്തെ ടീച്ചർമാർ നല്ലവരാണ്. പിന്നെ ഇവിടുത്തെ കുട്ടികൾ അവരും നല്ല പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷേ അതിന് നമ്മളെ പ്രധാന അധ്യാപകൻ പ്രത്യേകം കൂടുതലായിട്ട് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. ഞാൻ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുകയും ആ വിവരങ്ങൾ പ്രധാന അധ്യാപകനെ ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് പലതരം എന്തൊക്കെയോ ആൾക്കാർ പറയാറുണ്ട്, അത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല, അത് ഞങ്ങൾ നയവല്ല. ഇനി ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് PTA പ്രസിഡന്റിനോട് ചോദിക്കാം, നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടാവും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമ്മുടെ രക്ഷിതാക്കളും മറ്റ് നാട്ടുകാരുമാണ് നമ്മുടെ സ്കൂളിനെ വളർത്തിക്കൊണ്ടത്. ഓർമ്മയിൽ വെക്കുക, അതാണ് ഇനി തുടർന്ന് അങ്ങോട്ടും വേണ്ടത്. നമുക്ക് PTA പ്രസിഡന്റിനോട് ചോദിക്കാം, എന്താണ് നമുക്കിനി സ്കൂളിനെ കുറിച്ച് കൂടുതൽ എന്ത് ചെയ്യാനാവും സാർ? ഈ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ്. 10-75 കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങിലാണ് ഇന്നും നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ അടുത്ത സ്ഥലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു പഴയ കെട്ടിടത്തിൽ വിദ്യാഭ്യാസം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. പ്രധാനമായൊരു അടിസ്ഥാന സൗകര്യം വികസിക്കുന്നതിനോടൊപ്പം നമ്മുടെ അക്കാദമിക് നിലവാരവും വികസിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ സ്ഥാപനത്തിന് പുരോഗതി ഉണ്ടാവും. അക്കാദമിക് നിലവാരം വികസിക്കണമെങ്കിൽ നമുക്ക് ചില മുൻകരുതലുകൾ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാനമായും നമ്മുടെ ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന ചില നടപടിക്രമങ്ങളാണ് ഈ സ്കൂളിൽ ഇന്നും സ്വീകരിച്ചു വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതായത് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ നൽകിക്കൊണ്ട് ചില നിയമങ്ങൾ അന്നത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരുന്നു. അത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ജനസാമാന്യത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് വളരെ പരിഗണന നൽകുന്ന ഒരു സമയമാണ്. പക്ഷേ നിലവാരത്തിൽ നമ്മൾ താഴോട്ട് പോവുകയാണ്. എന്നാലും നിലവാരം മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് ഒരു ഏകീകരിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മുൻഗണന നൽകാൻ വേണ്ടി ഇതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
അതുമാത്രമല്ല, ഏകീകരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മാട്ടൂലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ അധികം മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അധികം മുസ്ലിം സംഘടനകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മാട്ടൂല് അധികവുമുള്ളത്. അവിടെയൊക്കെ തന്നെ ഒരു ഏകീകരിച്ച ലീവ് സമ്പ്രദായങ്ങൾ, ഏകീകരിച്ച ഒരു അക്കാദമിക് സമ്പ്രദായം ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മാട്ടൂലിലെ MRUP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുവരുന്നതിന് ഇതുവരെ ഈ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല. അക്കാദമിക് നിലവാരം താഴോട്ട് പോകാൻ വേണ്ടി അത് ഒരു പ്രധാന കാരണമാണ് എന്നാണ് PTA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ 2-2.5 കൊല്ലത്തെ എൻ്റെ അനുഭവം എന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ. ശരി, അടുത്തത് ഹെഡ്മാസ്റ്റർക്ക് പറയാനുള്ളത് കേൾക്കാം. സാർ, ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞല്ലോ നമ്മുടെ സ്കൂളിൽ ബ്രിട്ടീഷ് സമ്പ്രദായം കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു അടിച്ചമർത്തൽ രീതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യമോ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നിലവിലുണ്ടോ? എന്തെങ്കിലും? അല്ല, പ്രസിഡന്റ് ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് മുസ്ലിം സ്കൂളുകൾക്ക് ബ്രിട്ടീഷ് സമ്പ്രദായം എന്ന് പറയുന്നത് മുസ്ലിം സ്കൂളുകൾക്ക് അതായത് വെള്ളിയാഴ്ച ലീവ്, റംസാന് ലീവ്, അതുപോലെ ഒരു പ്രത്യേക സമ്പ്രദായം അന്ന് ബ്രിട്ടീഷുകാർ മുസ്ലിം സ്കൂളുകൾക്ക് നിലനിർത്തിക്കൊണ്ട് വന്നിരുന്നു. ആ സമ്പ്രദായം മാട്ടൂൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അടിച്ചമർത്തലല്ല, ആ സമ്പ്രദായമാണ് മാട്ടൂൽ ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പം മാട്ടൂലിലെ മറ്റ് ഒരു സ്കൂളിലും ഈ സമ്പ്രദായം നിലനിൽക്കുന്നില്ല. ഇപ്പോൾ മറ്റെല്ലാ സ്കൂളുകൾക്കും ഞായറാഴ്ച ലീവാണ്, വെള്ളിയാഴ്ച ലീവില്ല, റംസാൻ ലീവില്ല. ഏകീകരിച്ച പഠന പദ്ധതിയാണ്. ഈ മാട്ടൂല് മാത്രം, നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ മാട്ടൂല് മാത്രമാണ് ഈ സമ്പ്രദായം. ഹലോ, ഇപ്പം PTA പ്രസിഡന്റ് പറഞ്ഞ കാര്യം സാങ്കേതികമായി ഇവിടെയുള്ള മാനേജ്മെൻറ്റും PTA കമ്മിറ്റികളും എടുക്കേണ്ട ഒരു നിലപാടുകളുടെ ഭാഗമാണ്. നമ്മളിവിടെ ഓപ്പൺ ഫോറത്തിൽ അതിനൊരു തീരുമാനം എടുക്കാനോ അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ കാര്യമായി ഊന്നൽ നൽകുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കുക. അതിനുവേണ്ടി എന്തെല്ലാം പോരായ്മകൾ സ്കൂളിലുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഇതൊരു PTA പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് മാത്രമല്ല പ്രശ്നം, നമ്മളിപ്പോൾ പഴയ ഒരു പഠിച്ച സ്കൂളിൽ നിന്ന് കയറി പോകുമ്പോൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ആരോ രണ്ടാളെ നമ്മൾ കൈ കഴുകാൻ പോയപ്പോൾ നമ്മൾ പറഞ്ഞു, പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ ഇത്രയും വൃത്തികേടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ രീതി കണ്ടു. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ ഇത് മാറേണ്ടതുണ്ട്. ഇതിന് നമുക്ക് സാങ്കേതികമായി തടസ്സമില്ല. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ശരി, മാനേജർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും സ്കൂൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അത് വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു മാനേജറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള പോരായ്മകൾ, ഇതിൻ്റെ കൂടെ നമുക്കത് ചർച്ച ചെയ്യാം. അതൊരു പ്രധാന വിഷയമായിട്ട് ഇപ്പോൾ ഈ ഓപ്പൺ ഫോറത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സംഘാടകർ പറഞ്ഞത്. അതിവിടെ അറിയിക്കുകയാണ്. ബാക്കി നമുക്ക് കാര്യങ്ങൾ ഇപ്പം ഹെഡ്മാസ്റ്ററോട് മറ്റു കാര്യങ്ങളോട് ചർച്ച ചെയ്തതിനു ശേഷം പൊതു ചർച്ച ആരംഭിക്കാം. സർ, നമ്മുടെ ഒരു രക്ഷിതാവിന് ഒരു പരാതിയുണ്ട്. ഒരു പ്രതികരണമുണ്ട്. ഓക്കെ, തീർച്ചയായും നമുക്ക് നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത്? PTA പ്രസിഡന്റിനാണോ, മാനേജറാണോ, ഹെഡ് മാസ്റ്ററാണോ? അവർക്ക് മാനേജറോടാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, മാനേജർ സാർ. 5-ാം മാസത്തിൽ സ്കൂൾ പ്രവർത്തനം നടക്കണമെന്നാണ് അവരുടെ പറയാം. ഞങ്ങൾ ഭരണം ഏറ്റെടുത്തപ്പോൾ ഇവിടുത്തെ കലണ്ടർ മാറിയിരുന്നു. അതിന് ഭൂരിപക്ഷം ജനങ്ങൾ എതിരായത് കാരണം ആ കലണ്ടർ മുസ്ലിം കലണ്ടറിലേക്ക് മാറ്റുകയും ഈ പ്രദേശത്തെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ ഈ മാനേജറുള്ള സമയം വരെ ആലോചിക്കുന്നില്ല. വേറെ രക്ഷിതാവിന് ചോദിക്കാനുണ്ട്. ഇവിടെ ഒരു LKG UKG ആക്കാൻ. ഹലോ, LKG UKG ഇവിടെ നടത്തിയിരുന്നു. അത് വളരെയധികം
സാമ്പത്തിക സഹായമില്ലാതെയും ആരും സഹകരിക്കാതെയും ചെയ്തത് കാരണം ഹെഡ് മാസ്റ്ററിന് അതിനൊരു 50,000 രൂപയോളം കടമായിരുന്നു. എന്നിട്ട് അത് ഏതൊക്കെയോ തരത്തിൽ ഒപ്പിച്ച് അതുകൊണ്ടാണ് അത് ഇല്ലാതായിപ്പോയത്, തുടങ്ങിയതായിരുന്നു. മുറ്റത്ത് ഒരു സ്കൂൾ ഉണ്ടായിരിക്കുക എന്നത് മഹാഭാഗ്യമാണ്. പഠിക്കാൻ കുട്ടികൾ ഉണ്ടായിരിക്കുക എന്നത് അതിലേറെ മഹാഭാഗ്യം. നമുക്കറിയാം, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ അധ്യാപകരും ബഹുമാനപ്പെട്ട വ്യക്തികളും തുച്ഛമായ ശമ്പളം വാങ്ങിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഹെഡ് മാസ്റ്റർ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഏതാണ്ട് സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ സ്കൂൾ മാനേജർ ഡോക്ടർ ആബിദ്, PTA പ്രസിഡന്റ് എല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായ കാര്യം ഭൗതിക സാഹചര്യമാണ്. ഇവിടെ നിലവിലില്ല എന്നല്ല, പക്ഷേ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് പത്രത്തിൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ക്ലാസ് റൂം ഉയരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. അത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ആനുകാലിക പ്രസക്തിയോടെ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ സാഹചര്യം മാറേണ്ടതുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നല്ല ഫർണിച്ചറുള്ള ക്ലാസ് റൂം അത്യാവശ്യമാണ്. നല്ല ഒരു പാചകപ്പുര അത്യാവശ്യമാണ്. ഒരു ഡൈനിങ് ഹാൾ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ ഉയർന്നു വരാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചും ഓരോ വാഹനം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ പേര് നെറ്റിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് മറ്റ് പല മേഖലകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ സ്കൂളിലേക്ക് നടക്കുകയാണ്. അത്തരം വാഹനങ്ങൾ നമ്മുടെ പരിധിയിലും വരുന്നുണ്ട്. ഈ വാഹനമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് പല രക്ഷിതാക്കളും രാവിലെ കുട്ടിയെ വാഹനത്തിൽ കയറ്റി വൈകുന്നേരം കുട്ടി തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുന്ന വളരെ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പം ഒരു വാഹനമില്ല. നമ്മൾ എന്തൊക്കെ പ്രസംഗിച്ചാലും രക്ഷിതാക്കൾ അതൊക്കെ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. മറ്റു മേഖലകളിൽ നിന്ന് കുട്ടികൾ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എസൻഷ്യലാണ് ഒരു വാഹനം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാധ്യത അധ്യാപകർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ മാനേജർ മറുപടി പറഞ്ഞൊരു കാര്യം, പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ 2 വർഷം മുമ്പ് ആലോചിച്ചിരുന്നു. PTA നേതൃത്വത്തിലാണ് തുടങ്ങിയപ്പോൾ കുറേ കുട്ടികൾ കിട്ടിയിരുന്നു. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ സാമ്പത്തിക ബാധ്യത വ്യക്തിപരമായി ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ മാസവും ഈ ടീച്ചർക്ക് ശമ്പളം കൊടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ 10 മാസത്തെ ശമ്പളം എൻ്റെ വിഷയമാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനുള്ള സാധ്യത നമ്മുടെ സ്കൂളിന് ചുറ്റിയുണ്ട്. അത് നമുക്ക് 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു സാധ്യതയായി മാറും. അതുകൊണ്ട് ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാണ്. ഇന്ന് എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലും കുറച്ച് കമ്പ്യൂട്ടറും ഒരു കമ്പ്യൂട്ടർ ലാബും ഉണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട്, പ്രായോഗിക പ്രശ്നങ്ങൾ. ഒന്ന്, ഇത് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വേണം. അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ മാസാമാസം ശമ്പളം കൊടുക്കണം. അപ്പോൾ ശമ്പളം കൊടുക്കാൻ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ അത് കുട്ടികളുടെ ചെന്ന് പിരിക്കണം. അപ്പോൾ അത് ഒരു വർഷം നമ്മൾ നടത്തി നോക്കിയ ഒരു പരീക്ഷണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ലാബിൻ്റെ പ്രശ്നം, പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ പ്രശ്നം, ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞ ഭൗതിക സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ഹാള്, പാചകപ്പുര, അതുപോലെ യൂറിൻ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. സർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കഴിഞ്ഞ 1 വർഷം മുമ്പേ ഇപ്പോഴുള്ള സർക്കാരല്ല, നേരത്തെ സർക്കാരുള്ളപ്പോൾ ഒരു 3 ദിവസത്തെ അവധി വന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനും സെക്രട്ടറിയും കൂടി വളരെ പരിശ്രമിച്ച് ആ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ആ ആപ്ലിക്കേഷൻ തിരിച്ചു വരികയും ചെയ്തു. അത് പൂർണ്ണമായില്ല. അതിന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആ ന്യൂനപക്ഷ അവകാശത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ ഈ സ്കൂൾ അഫിലിയേറ്റ് ചെയ്യാനും വേണ്ടി അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആ ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ആ രജിസ്ട്രേഷൻ അവിടെ ആവശ്യമാണ്. ആ രജിസ്ട്രേഷന് തന്നെ ഏകദേശം 30,000 രൂപയോളം ചിലവ് വേണ്ടി വരും. പക്ഷെ ഞങ്ങളത് തിരൂരിൽ പോയൊരു വക്കീലിനെ കണ്ട്, അയാൾ എല്ലാ ആഴ്ചയും ഡൽഹിയിൽ പോകാറുണ്ട്.
അവരെ ഏൽപ്പിച്ച് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ശരിയാകുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ പല അവകാശങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമാവാൻ സാധിക്കുന്നതാണ്. അത് ഇവിടുത്തെ ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ നടക്കുന്ന പരിപാടിയിലുള്ള വിദ്യാർത്ഥികൾ വളരെയധികം വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഹെഡ് മാസ്റ്റർ സാറിനോടും ചോദ്യം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം പോലും നേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം 2 കുട്ടികൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് ക്ലിയറായിട്ട് മലയാളം പോലും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അത് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അത് വ്യക്തിപരമായ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് ആ രീതിയിൽ പരിശോധിച്ച് പരിഹരിക്കാവുന്നതാണ്. അതെ, സാറ് പറയുന്നത് കുട്ടികളെ മലയാളം നന്നായിട്ട് ഇവിടുന്ന് പഠിപ്പിച്ചു വിടുന്നുണ്ട്. കുട്ടി പഠിക്കാത്ത കുറവാണ്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടികൾ പഠിക്കുന്ന കാര്യം അധ്യാപകന്റെ പകുതി അധ്യാപകൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ പകുതി നമ്മൾ കൂടി ചെയ്യണം. ആ ചോദ്യം ചോദിച്ച വ്യക്തിയോട് ഞാൻ പറയാം, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാലും പഠിക്കാത്ത രീതി ഉണ്ടാവാം. അത് വീട്ടിൽ നിന്ന് പരമാവധി ശ്രദ്ധിക്കുകയും ഈ സ്കൂളിൽ നിരന്തരം രക്ഷിതാവ് പോയിട്ട് ഈ പ്രശ്നം ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജിലിരുന്ന് നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല, അതിന് ഹെഡ് മാസ്റ്റർ മറുപടി പറയണം എന്നുള്ള രീതിയിൽ ഇവിടെ ചോദിക്കുക എന്ന് പറയുന്നതിൻ്റെ ആ കുട്ടിയോടുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടിയോട് ഉത്തരവാദിത്തമുള്ള ഒരു രക്ഷിതാവാണെങ്കിൽ കുട്ടി എഴുതിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ നോട്ട് ബുക്ക് എടുത്ത് നിങ്ങൾ സ്കൂളിലെ ഇവിടെ സ്കൂളിൽ പോയി ഏത് ടീച്ചറാണോ ഏത് മാഷാണോ പഠിപ്പിക്കുന്നത് ഹെഡ് മാഷെ കണ്ട് കാര്യം പറയുക. ഇത്ര ദിവസം ഇത്ര സമയമുണ്ടായിട്ടും ചെയ്യാതെ ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട വിഷയം എന്താണോ വിഷയത്തിൽ മാറി നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിയുള്ള ഒരു വേദിയല്ല ഇത്. ദയവേത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അതിന് നിങ്ങൾ സ്കൂളിൽ പോവുക, ഹെഡ് മാസ്റ്റർ കാണാൻ, ടീച്ചറെ കാണാൻ, സംശയം തീർക്കാൻ പോവാം. അല്ല സാർ, ശരിക്കും പറഞ്ഞാൽ ചോദ്യം ശ്രദ്ധിക്കുക സാർ. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമായതുകൊണ്ടായിരിക്കും ചോദിച്ചത്. സാറിന് അങ്ങനെ ഒരു വിഷമം നേരിട്ടതിൽ നമ്മൾ ഇത് അറിയിക്കുകയാണ്. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ടീച്ചേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നതിൽ വിഷമമുണ്ട്. പൊതുവെ ഇവിടെ വന്നപ്പോഴുള്ള അനുഭവമാണ് ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചേഴ്സ് വായിക്കാം അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിലെ ടീച്ചറുമായി സംസാരിക്കാം. പണ്ടേ ശീലമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയത്തിൽ മാറി ഇതിന് നമ്മൾ സ്കൂളിൽ പോകാം. നിങ്ങളെ ഒരു രക്ഷിതാവെന്ന നിലയിൽ നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്കൂളിൽ പോകുക, ഹെഡ് മാസ്റ്ററെ കാണുക, എന്നിട്ട് ക്ലാസ് ടീച്ചറെ കാണുക, പ്രശ്നം പറയുക. അതല്ലാതെ ഇവിടെ ഒരു ചർച്ച പ്രധാനമായ എന്താണ് വിഷയം അതിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് പ്ലീസ്. ഓക്കെ സാർ, നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാം. നമ്മുടെ ഹെഡ് മാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ചിലതായ നമുക്കൊരു സ്വന്തമായൊരു സ്കൂൾ വാഹനം വേണമെന്ന് എത്ര രക്ഷകർത്താക്കൾ അതിനോട് യോജിക്കുന്നു? പ്രത്യേകമായിട്ട് രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഇവിടെ എല്ലാ ക്ലാസ്സിനും ക്ലാസ് ടീച്ചറുണ്ട്. നിങ്ങളെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ ആ ക്ലാസ് ടീച്ചറെ കണ്ട് സംസാരിക്കുകയും ആ ക്ലാസ് ടീച്ചർ അതിന് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെ കാണുകയും ഹെഡ് മാസ്റ്ററും അതിൻ്റെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ 24 മണിക്കൂറും കാണാൻ പറ്റുന്ന സ്കൂൾ മാനേജർ അടുത്ത് തന്നെ ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പ്രവാസ ലോകത്തെത്തി അവിടുന്ന് സ്കൂളിന് വേണ്ടി പലതും ചെയ്യുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. അതേ പ്രതിനിധിയായി ഇവിടെ 2 പേരെത്തിയിട്ടുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം അവർക്ക് ഇനി ഈ സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്തു എന്ന്. നമുക്ക് 2 പേരിവിടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവരോട് ചോദിക്കാം. MRP സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ പല സഹോദരങ്ങളെയും സ്നേഹിതന്മാരെയും ഗൾഫിൽ വെച്ച് കണ്ടിട്ടുണ്ട്.
അപ്പോൾ അവർക്ക് എല്ലാവർക്കും മുമ്പേ പറയുന്ന ഓരോ കംപ്ലൈൻ്റാണ്. മാനേജ്മെൻറ്റ് മാറണം, ഹെഡ് മാസ്റ്റർ മാറണം, PTA പ്രസിഡന്റ് മാറണം. അങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടം നിലയിൽ PTA കമ്മിറ്റി മാറി, ഇപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി മാറി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്ക് പിന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ മിസ്സായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ യുവാക്കൾ തന്നെ ഇപ്പോൾ ഒരു 2 മാസം മെനക്കെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ആക്കുന്നത്. അതിന് ചെറിയ കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികൾ മുന്നിട്ടിറങ്ങിയിട്ടാണ്. അതിനെ ആരിഫും വളരെയധികം മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഈ ഒരു സമയത്ത് അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ വലിയ സമയം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ 25 ക്ലാസ് റൂമിൻ്റെ അതിലൊരു ക്ലാസ് റൂമിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യം നമ്മൾ മുന്നിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ അത് ഏകദേശം കയ്യിൽ വന്നതാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ ചെറിയൊരു പ്രശ്നത്തിൽ അത് മിസ്സായി പോയതാണ്. പക്ഷേ അതിനു വേണ്ടി ഞാൻ ഇനി മുൻകൈ എടുക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ കൂടെ ആരിഫുണ്ട്, നമ്മളെന്താണ് കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഞാൻ ഉറപ്പുവരുന്നു. ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഗൾഫുകാർ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികളായ പലരും ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഈ നാട്ടിൽ തന്നെ ഉണ്ട്. എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഗൾഫിൽ നിന്ന് തന്നെ പണം പിരിക്കണം, ഗൾഫിൻ്റെ പൈസ കൊണ്ട് ഇവിടെ ബിൽഡിംഗ് ഈ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ 2 കെട്ടിടവും നാട്ടിൽ നിന്ന് പിരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ അറിഞ്ഞത്. പഴയ ആൾക്കാർ ഇവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഉള്ളവർ സഹകരിക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് ഗൾഫുകാർക്കും ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സഹകരിക്കുന്നില്ല, നമ്മൾ പഠിച്ച വിദ്യാലയമാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമ്പോൾ ഗൾഫിലുള്ളവരും നല്ല നിലയിൽ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇതുവരെ ഒരുപാട് ഈ ഒരു പ്രോഗ്രാമിനെ കണ്ട എല്ലാവരും വളരെ നല്ല വളരെ സന്തോഷത്തോട് ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഇവിടെ ഇപ്പം കൂടിയ ഒരുവിധം സ്ത്രീകളുടെ ഇടയിൽ അവരുടെ ആരെങ്കിലും ഒരാൾ ഗൾഫിലുണ്ടാവും. അവരോട് ഇവർ പറയണം, നിങ്ങൾ MRP സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം ഞാൻ ജോലി ചെയ്യുന്ന തിരക്കിനിടയിൽ അല്ലെങ്കിൽ ഐസഗിരി ജോലി ചെയ്യുന്ന തിരക്കിനിടയിൽ എല്ലാ വ്യക്തികളെയും പോയി കാണാനോ അവരുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒന്നും എനിക്കും ആർക്കാനും സമയം കിട്ടൂല. ഞാനും ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെ ഞാൻ കാണാം, അവരെ മാക്സിമം സംഘടിപ്പിക്കാം, ഈ അലൂമിനിയായിട്ട് ഞാൻ സഹകരിക്കാം, എന്നാൽ ആവുന്നത് ഞാൻ ചെയ്യാം. പക്ഷെ അതുപോലെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഓരോ വീട്ടിൽ ഇതിൽ തന്നെ ഇപ്പോൾ 700 പേരുണ്ട്. 700 പേരിൽ എനിക്ക് തോന്നുന്നു ഒരു 500 പേരും ഗൾഫിലുണ്ടാവും. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരാവാം, സഹോദരന്മാരാവാം, അല്ലെങ്കിൽ ഉപ്പയാവാം, അവരോട് പറയാം MRP സ്കൂളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഓപ്പൺ ഫോറത്തിൽ ഇതായിരുന്നു മെയിൻ ചർച്ച. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ്, ശോചനീയാവസ്ഥ വളരെ, ഈ സ്കൂളിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവരെല്ലാം പറയട്ടെ, എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, എൻ്റെ സ്നേഹിതന്മാരുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ ഭാഗത്തുനിന്നും ഈ സ്കൂളിന് വേണ്ടുന്ന പൂർണ്ണ സഹകരണം സാമ്പത്തികമായാലും എല്ലാ നിലയിലും തീർച്ചയായും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം കൂടി, അതിന് നമ്മുടെ ഇപ്പോഴത്തെ ഇനി മാറി ഇവിടുത്തെ സ്കൂൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മാറി വരുന്നതാണ്. അതങ്ങനെ ആരുടെയും ഇതല്ലല്ലോ, സ്ഥിരമായിട്ടുണ്ടാകുന്നല്ല. മാറി വരുന്ന കമ്മിറ്റികൾ അവരുമായിട്ട് ബന്ധപ്പെടാനും എല്ലാ വ്യക്തികളെയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും എല്ലാവരും തയ്യാറാകണം. പക്ഷെ അവർക്ക് ഒരു നല്ല സംഘടന കിട്ടിയ ഒരു അലൂമിനി ഉണ്ട്, ഇവിടെ നാട്ടിലുള്ളവരാണ്, അവരുമായിട്ട് ബന്ധപ്പെടാം. അവർക്ക് വേണമെങ്കിൽ ഗൾഫിലുള്ളവരുമായിട്ട് ബന്ധപ്പെടാം. ഒരു കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ച്, ഇതുവരെയുള്ള പ്രവർത്തനം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 25 ക്ലാസ് മുറിയല്ല, ഒരുപാട് കാര്യങ്ങൾ, ബസ്സായാലും പിന്നെ മറ്റുള്ള മൂത്രപ്പുരയായാലും പാചകമുറിയായാലും മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാൻ പറ്റും. ഗൾഫിൽ നിന്ന് അതിനൊരു നല്ല സാമ്പത്തിക സഹായം കിട്ടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരിഫിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ പൂർവ്വ വിദ്യാർത്ഥി വെക്കുക. അതെ, ആരിഫിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ട്. ഇതിനു മുമ്പ് MRP സ്കൂളിൽ ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്, വെൽഫെയർ അസോസിയേഷൻ പോലെ. അപ്പോ അതിനെക്കാട്ടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അലൂമിനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. അലൂമിനി നല്ലവണ്ണം പ്രവർത്തിക്കുമ്പോൾ ഗൾഫിൽ നിന്ന് എന്താണോ വേണ്ടത്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്താ വേണോ, ഞാൻ അത് പൂർണ്ണമായിട്ട് വാഗ്ദാനം ചെയ്യുന്നു. അലൂമിനിക്ക് വേണ്ടി വാചകം നിങ്ങളോട് മറുപടി പറയും. അലൂമിനി അസോസിയേഷൻ ഇന്നാണ് രൂപീകരിച്ചത്. അതിൻ്റെ ബാക്കി ചർച്ചകളൊക്കെ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഇതിനു മുമ്പുണ്ടായിരുന്നൊരു സംഘടന സ്റ്റുഡൻസ് കെയർ അസോസിയേഷൻ, അതിന് ഏകദേശം 6 വർഷത്തോളം അത് ഇവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയായിരുന്ന നിലയിൽ പറയാനുള്ളത്, ഒരു എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം
ഇപ്പം 3 തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഉണ്ടാവുക: എയ്ഡഡ്, ഗവൺമെൻറ്, അൺഎയ്ഡഡ്. അൺഎയ്ഡഡ് ആണെങ്കിൽ അവർക്ക് ഫീസ് മുഖാന്തരം അവരുടെ കാര്യങ്ങൾ നടന്നു പോകും. ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് എയ്ഡ് കിട്ടാൻ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കേസിലാണെങ്കിൽ ഗവൺമെൻറ് എയ്ഡ് കിട്ടുന്നുണ്ട്. എയ്ഡഡ് സ്ഥാപനമാകുന്ന സമയത്താണ് മാനേജ് കമ്മിറ്റി ഇൻഫ്രാസ്ട്രക്ചർ നിലനിർത്തേണ്ട ആവശ്യകത വരുന്നത്. അപ്പോൾ അവിടെ പുറത്തുനിന്നുള്ള ഒരു സംഘടന സംബന്ധിച്ചിടത്തോളം അവർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുമ്പം അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ഇവിടെയുള്ള കമ്മിറ്റി നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ വരുമോ എന്നുള്ള ഭയം എപ്പോഴും മുന്നിലുണ്ടാവും. കാരണം ഞങ്ങൾ പുറത്തുനിന്നുള്ള ഒരു സംഘടന മറ്റൊരു കമ്മിറ്റിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം അത് ചെയ്ത് കഴിഞ്ഞ നാളെ നിങ്ങൾ അവരെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം. 7 വർഷത്തോളം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ് കെയർ അസോസിയേഷൻ മാട്ടോത്സവ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മാറ്റം വരാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ തവണ അലൂമിനി അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ നാട്ടിലുള്ള എല്ലാ ക്ലബ്ബുകളെയും ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി മുൻകൂട്ടി കണ്ടത്. വെറും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് പേരോ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള കുറച്ച് പേരോ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിക്ക് പകരം അലൂമിനി അസോസിയേഷൻ വരുന്ന സമയത്ത് അതിലേക്ക് നാട്ടിലുള്ള എല്ലാ ക്ലബ്ബുകളും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഏരിയയിലുള്ള മാത്രം വ്യക്തികൾ അല്ലാതെ നാട്ടിലുള്ള എല്ലാ ക്ലബ്ബുകളും, ഇത് MRUP സ്കൂളിൻ്റെ പരിസരത്തുള്ള അങ്ങനെ എല്ലാ ക്ലബ്ബുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സംഘാടക സമിതി തന്നെ രൂപീകരിച്ചത്. അതിൻ്റെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയാണ് ഞാൻ. ഇത് രൂപീകരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട്, ഓരോ വ്യക്തിയുടെയും, ഓരോ ക്ലബിൻ്റെ മാത്രമല്ല ഓരോ വ്യക്തിയുടെയും സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അലൂമിനി അസോസിയേഷൻ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല മറ്റുള്ള എല്ലാ മേഖലകളിലും അലൂമിനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് പരസ്പരം സൗഹൃദം നിലനിർത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും അലൂമിനി അസോസിയേഷൻ ഉണ്ടാകും. അതിന് എല്ലാവരുടെയും സഹകരണം വേണം, എല്ലാ ക്ലബ്ബുകളുടെയും സഹകരണം വേണം. എല്ലാ ക്ലബ്ബുകളെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അലൂമിനി അസോസിയേഷൻ്റെ 11 മെമ്പേഴ്സിനെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ബാക്കി വരുന്ന 12 മെമ്പേഴ്സിനെ നമ്മൾ ക്ലബ്ബുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു ക്ലബ്ബിൽ നിന്ന് 2 പേർ വീതം 6 ക്ലബ്ബുകൾക്ക് വരെ ഇതോട് സഹകരിക്കാൻ പറ്റുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ ആരിഫ്ക്കയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇരിക്കുന്ന വ്യക്തിയോ അല്ല ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ സാർ നേരത്തെ ചോദിച്ചത് ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിനെ മോശം പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇനി എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാലും നമ്മളെ ടീച്ചേഴ്സ് പഴയ കാര്യത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മളെ കുട്ടികളാണ് ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറിയേ പറ്റൂ. എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതെങ്കിൽ പിന്നെ അതിനെ കൊണ്ട് തന്നെ ഒരു ഉപകാരമില്ല. അതിന് ഹെഡ് മാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചേ പറ്റൂ. അതാണ് പറയാനുള്ളത്. ചോദ്യം ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ ചോദ്യം ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടില്ല. കാരണം നിങ്ങളുടെ ഓരോ ചോദ്യവും ഞങ്ങളുടെ മറുപടിയും എല്ലാം നമ്മൾ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ സ്കൂളാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളെയും ആശങ്കകളെയും സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നല്ല നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് അംഗീകരിക്കാത്ത പ്രശ്നമില്ല, അതിൽ അസഹിഷ്ണുതയുടെ പ്രശ്നവുമില്ല. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ജൂണിൽ 4-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. തുറന്നാൽ 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ക്ലാസ് PTA വിളിക്കും. മൊത്തം PTA വിളിക്കുമ്പം ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഹാളിൽ വന്നിരുന്ന് വലിയ മീറ്റിംഗായി മാറും. മറിച്ച് വളരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസ് PTA വിളിക്കും. ആ ക്ലാസ് PTA ഉച്ചക്ക് വിളിച്ചാൽ ഒരുപാട് സമയമുണ്ട്. ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറുമായി ഒരുപാട് സമയം സംവദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. അവിടെ ചോദിക്കുകയും പറയുകയും നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നം എന്താണ്, ടീച്ചറുടെ പ്രശ്നമാണോ കുട്ടിയുടെ പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കുകയും നമുക്കത് ആ രീതിയിലാണ് പരിഹരിക്കാൻ കഴിയുന്നതുമാണ്. ഇത് നിങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. നമുക്ക് ജൂൺ മുതൽ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലെ കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. ഇതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അടിയന്തരമായിട്ടും PTA മീറ്റിംഗിൽ പങ്കെടുത്ത് ഇതിന് നിങ്ങൾ തന്നെ ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ചർച്ച തുടരുകയാണ്. ഇനി MRUPക്ക് അടിയന്തരമായി ആദ്യമായി എന്താണ് ആവശ്യം? അത്
എത്രയും പെട്ടെന്ന് എത്ര കാലഘട്ടത്തിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റും? അതിന് നമ്മുടെ ആരിഫ് ഖാന്റെയും മറ്റ് ഗൾഫ് അസോസിയേഷന്റെയും സഹായം നമുക്ക് ലഭ്യമാകുമോ എന്നതിനെ കുറിച്ച് ചോദിക്കാം. ഈ ചോദ്യം ജനങ്ങളോടാണ്. നിങ്ങൾക്ക് MRUPക്ക് അടിയന്തരമായിട്ട് എന്താണ് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മറ്റുള്ള സ്കൂളിൽ ദോഷങ്ങളുണ്ടല്ല. MRUP സ്കൂൾ വിദ്യാഭ്യാസപരമായി വളരെ മുന്നിലാണ് നിൽക്കുന്നത്. നല്ല പരിഗണനയും ഇവിടെ ഉണ്ട്. ഓക്കെ ബസ്സായാലും കെട്ടിടമായാലും ഒരൊറ്റ ചോദ്യം, ഇവിടെയുള്ള സ്ത്രീകൾ അവരുടെ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവരോട് സഹായം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കഴിവ് പരമാവധി പറയാം. ബാത്റൂം അടുത്ത സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമില്ലെങ്കിലും എന്നാലും അത് വൃത്തിയാക്കണം. അത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ബാത്റൂം ആയാലും ഭക്ഷണ മുറി ആയാലും എന്തിന് മൊത്തമായിട്ട് സ്കൂളിന്റെ കെട്ടിടം തന്നെ മാറ്റാൻ വേണ്ടി എല്ലാവരും സഹകരിച്ചാൽ തീർച്ചയായും സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആരൊക്കെയാണ് ഗൾഫിലുള്ളത് അവരോട് മാക്സിമം ഈ MRUP സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി സഹായം ചോദിക്കുക. ബാക്കിയുള്ള പൈസ ഇപ്പം ഞാനും അലി ഇവിടെ ഉണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അലിയുടെ സുഹൃത്തുക്കളോടും ചോദിച്ചു വാങ്ങാം. അതിന് സമ്മതമാണോ? അതിന് നിങ്ങൾ ഏറ്റാ? ഹലോ ഇതുവരെ നമ്മുടെ എല്ലാ വർഷത്തെയും SSLC റിസൾട്ട് നോക്കിയാലും +2 റിസൾട്ട് നോക്കിയാലും ഇപ്പോൾ ഏകദേശം നമ്മുടെ അടുത്ത സ്കൂളിൽ CHMKS ആയാലും പുതിയനാട് ജമാഅത്ത് സ്കൂളായാലും അവിടെ കൂടുതൽ മാർക്ക് വന്ന കുട്ടികൾ നമ്മുടെ MRUP സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവ വേദികളിൽ ഉപജില്ലാ കലോത്സവ വേദികളിൽ UP വിഭാഗത്തിൽ ഓവറോൾ വാങ്ങുന്ന സ്കൂൾ നമ്മുടെ MRUP സ്കൂളാണ്. ജില്ലാ കലാമേളയിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഫസ്റ്റ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ലെവലിൽ വരെ നമ്മുടെ MRUP സ്കൂളിൽ നിന്ന് പഠിച്ച ഒരാൾക്ക് സ്റ്റേറ്റ് ലീഡറായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ MRUP സ്കൂളിൽ അറബിക്കിൽ മാത്രം കുറച്ച് പഠിച്ച കുട്ടിയാണ്. അതിലെനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേ സംബന്ധിച്ച് ഞാൻ പുതിയനാട് ജമാഅത്ത് സ്കൂളിലാണ് 8 മുതൽ 10 വരെ പഠിച്ചത്. ആ സമയത്ത് 10ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ സമയത്ത് അവിടുത്തെ കമ്മിറ്റിക്കാർ എല്ലാ കുട്ടികൾക്കും അവിടെ സർട്ടിഫിക്കറ്റ് വരാൻ വന്ന എല്ലാ കുട്ടികൾക്കും അവരവർ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അവർ സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കുട്ടികളെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടേക്ക് പൈസയും കൂടി കൊടുത്തു 50 രൂപ ഒരങ്ങനെ നോട്ടീസ് കൊടുത്ത് MRUP സ്കൂളിലേക്ക് നോട്ടീസ് തരാണ് എനിക്ക് തന്ന 100 രൂപ. എന്നോട് പറഞ്ഞ സാറന്മാർ പറഞ്ഞത് പരമാവധി നിങ്ങൾ MRUP സ്കൂളിലെ കുട്ടികളെ നമ്മളിലേക്ക് അയക്കണം. അത്രക്കും ടാലന്റഡും സ്കിൽഡും ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് MRUP സ്കൂളിലെ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് പറഞ്ഞത് ഈ പൂർവ്വ വിദ്യാഭ്യാസ സംഘം വഹിക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത സമയത്ത് ഏറ്റവും പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് ജൂണിലേക്കുള്ള അഡ്മിഷന് നമ്മൾ 1ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകെ 11 സ്റ്റുഡൻസ് ആണ് നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അറിവ്. സത്യമാണോ? 11 സ്റ്റുഡൻസ് മാത്രമാണോ? അതിലധികമുണ്ട്. ബാക്കിയുള്ള സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മിറ്റികളിൽ യുവാക്കളുണ്ട്, കുറച്ച് പ്രായമുള്ളവരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ സഫാവ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫോഴ്സായിട്ട് ടീം ഇറങ്ങിയത് നമ്മുടെ ഈ ഭാഗത്തുള്ള സ്റ്റുഡൻസിനൊക്കെ അവരുടെ സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ബസ്സിന്റെ സൗകര്യം പറയുന്നു, ബാക്കിയുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് പറയുന്നു. അതായത് നമ്മൾ ഈ അടുത്തുള്ള നടന്നിട്ട് വരാൻ കഴിയുന്ന സ്റ്റുഡൻസിനെ പോലും ബാക്കിയുള്ള സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫോഴ്സ് ടീം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച കാണാം. നമ്മുടെ സ്കൂളിൽ ഒരു നല്ലൊരു ക്യാൻവാസിംഗ് ടീം രൂപീകരിക്കേണ്ടതാണ്. അത് നമ്മുടെ മൊത്തത്തിലാണ്. അതൊരു അസോസിയേഷനോ അല്ലെങ്കിൽ അതായത് മാനേജ്മെന്റ് കമ്മിറ്റി തലങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. അതേപോലെ തന്നെ ഈ ഗൾഫ്
ആയിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരു മാനേജ്മെന്റ് സസ്റ്റെയിൻ ആക്കി ഇവിടെ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്കൂൾ മുന്നോട്ട് പോകും. ഇതിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മൾ വളരെയധികം മുന്നോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിന് നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഈ സ്കൂളിലേക്ക് അടുത്തുള്ള കുട്ടികളിൽ നിന്നും പരമാവധി ക്യാമ്പസ് ചെയ്യണം. അത് എന്റെ വീട്ടിൽ നിന്നാലും ശരി, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആരായാലും ശരി, അവരവരുടെ അടുത്തുള്ള കുട്ടികളിൽ നിന്ന് പരമാവധി നമ്മൾ ഈ സ്കൂളിലേക്ക് ആക്കണം. നമുക്കിപ്പോ ഇവിടുത്തെ ഇപ്പൊ പുതിയ മഴക്കാലത്തിന്റെ അത് നോക്കിയാൽ മതി. പുതിയ റൂട്ട് വന്നു, സഫർ സ്കൂൾ ബസ്സിനായാലും പുതിയ റൂട്ട് വന്നു. അവർ പോക്കറ്റ് റോഡുകൾ സമീപിച്ച് നോക്കി അവിടെയുള്ള വീടുകളിൽ നിന്നും കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് അവർ സ്കൂളിലേക്ക് എത്തിക്കാം. അപ്പൊ നമ്മുടെ ഈ സ്കൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടാലന്റ് ഉള്ള സ്റ്റുഡൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ സ്കൂളിൽ ഇവിടുന്ന് കുട്ടികൾ കുറയുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. ചോദ്യം ചോദിച്ച വ്യക്തിയോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടത് പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ MRUP ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. അതെ, ഇപ്പൊ അടുത്തായിട്ട് ഏറ്റവും വലിയ ഉദാഹരണം നഫീസത്തുൽ ബാസില എന്ന കുട്ടിക്ക് കണ്ണൂർ ജില്ലയിൽ മോണാക്ടിന് ആഗ്രേറ്റ് നേടി. അതെ, അപ്പോൾ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ഒരു ആവശ്യം നല്ല ശക്തമായ ഒരു മാനേജ്മെന്റ് വേണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ നഫീസ്? അല്ല, ശക്തമായ മാനേജ്മെന്റിന്റെ കൂടെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ആനുകാലികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ യുവാക്കളും കൂടി അതിൽ ഉൾപ്പെടണം. അതെ, യുവാക്കളെ തഴയുന്നു എന്നൊരു ആക്ഷേപം കൂടി താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നു. ആ ആക്ഷേപം ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കും. പ്രസിഡന്റിനോട് ചോദിക്കാം, എന്താണ് യുവാക്കളെ ഇങ്ങനെ തഴയുന്നത്? ഇപ്പൊ അതിന്റെ മാനേജർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ യുവാക്കളുടെ ഈ ആവേശം, ഈ പ്രവർത്തന സന്നദ്ധത മാനേജ്മെന്റിന് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഈ മാനേജ്മെന്റിന്റെ വേദിയിൽ മാനേജർ ഇതെങ്ങനെ അവതരിപ്പിക്കും? അതുപോലെ ഈ കമ്മിറ്റി, ഇവിടെ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ഒരു ലിങ്ക് രൂപപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഒരു വെറുതെ ഒരു ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും ഓരോ പ്രവൃത്തിയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് മാനേജറുടെ ഭാഗത്തുനിന്നും ഈ സംഘടനയുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതും പ്രവർത്തനം രൂപപ്പെടേണ്ടതുമാണ്. അത് അവരെങ്ങനെ നടത്തുമെന്ന് ഇവിടെ ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയേണ്ടതുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇപ്പം പറഞ്ഞ അവരുടെ അഭിപ്രായം, അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് വരേണ്ടത്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ സ്കൂള് ശരിക്കും MRUP സ്കൂള് നമ്മുടെ ഫീഡിങ് സ്കൂളാണ്. നല്ല കുട്ടികൾ വരാറുണ്ട്, അതുപോലെ എഴുതാനറിയാത്ത കുട്ടികളും വരാറുണ്ട്. ഇത് ഞാൻ പഠിച്ചിടത്തോളം ഒരു കുട്ടി എഴുതാനും വായിക്കാനും പഠിക്കുക എന്ന് പറയുന്നത് സ്കൂളിൽ അയച്ചത് കൊണ്ട് മാത്രമല്ല. ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടി എഴുതാനും വായിക്കാനും എനിക്ക് അറിയുന്നില്ല എന്ന് ഞാൻ ഒച്ചത്തിൽ പറയുമ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് തീരെ ശ്രദ്ധിക്കാറില്ല എന്നും കൂടി പറയുന്നതിന് തുല്യമാണ്. അല്ലല്ല, അത് പറയാൻ കാരണം അത് അധ്യാപകരെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് ഇതിനെ ഒരു കൃത്യമായ പ്ലാറ്റ്ഫോം രൂപപ്പെടണം. അതായത് മാനേജറും PTA പ്രസിഡന്റും ഇവിടെ രൂപം കൊണ്ട സംഘടനയുടെ പ്രതിനിധികളും അതിന്റെ ഗൾഫ് പ്രതിനിധികളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അവർ എങ്ങനെ ഇതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അവരെങ്ങനെയാണ് നാട്ടുകാരിൽ നിന്ന് സഹായം അവർ ഉദ്ദേശിക്കുന്നത്, അല്ല അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്? ഇപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞാണ് പ്രധാനമായ ആവശ്യം ഒന്ന് ഒരു അരിയും പാരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു റൂം, അതുപോലെ കന്നി വെക്കേണ്ട റൂം, ഇതിനാണ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് മാത്രമാണ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നതായിരിക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഇവിടെ വെച്ച് നമ്മളിത് ചർച്ച ചെയ്ത് വെറുതെ പിരിയുന്നതിന് പകരം ഈ കമ്മിറ്റി ഇവിടെ നമ്മളത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതിന് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അവരെന്ത് സഹായം പ്രതീക്ഷിക്കുന്നു, അല്ല അവരെന്ത് ചെയ്യും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് രൂപപ്പെടേണ്ടതുണ്ട്. ചർച്ച വഴിതെറ്റി പോകരുത് എന്ന് ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചർച്ചകൾ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, ആ രീതിയിലുള്ള ഇടപെടലുകൾ പെട്ടെന്ന് നടത്തുക. ചർച്ചാ ചെയ്തികൾക്ക് മുന്നോടിയാണ് കഞ്ഞിപ്പരക്ക് വേണ്ടി അവിടെ ഒരു ലോഡ് ചരളും ഒരു ലോഡ് പൂഴിയും ഇറക്കിയിട്ടുണ്ട്. 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സ്ഥലം ഒരുക്കി തരുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാ സഹകരണവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും സഹകരിച്ചിട്ട്, രക്ഷിതാക്കളും സഹകരിച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരണത്തിന്റെ അധികം ചർച്ചകൾ നടക്കുന്നുണ്ടോ? ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടി ചോദിക്കാം. സ്കൂൾ മാനേജ്മെന്റിൽ
യുവാക്കൾക്കുള്ള പ്രാമുഖ്യം ഒന്ന് ഇവിടെ പറയാമോ? സർ, ചോദ്യം ഇതാണ്. സ്കൂൾ PTA കമ്മിറ്റിയിൽ യുവാക്കളെ കൂടി ഉൾപ്പെടുത്താമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ PTA കമ്മിറ്റി എന്ന് പറയുന്നത് കൃത്യമായ രക്ഷിതാക്കളായിരിക്കണം. യുവാക്കളെ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. മാനേജ്മെന്റ് കമ്മിറ്റിയിൽ യുവാക്കളെ ഉൾപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള മാനേജ്മെന്റ് ജനറൽ ബോഡി വിളിക്കുമ്പോൾ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് രണ്ടിനും നമ്മൾ മറുപടി അറിയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇവിടെ സംഘടനയുടെ ഭാഗത്തുനിന്നും PTA പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ സഹകരണത്തിൽ നമ്മുടെ മുമ്പിൽ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഇവരെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവരെന്ത് നമ്മളോട് ആവശ്യപ്പെടുന്നു അത് അവരോട് വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ പറയാം, മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കരുത്. ചുരുക്കത്തിൽ നിങ്ങൾ സംഘടന ആളോ അല്ലെങ്കിൽ മറ്റ് വേറെന്തെങ്കിലും ലാബിൽ അറിയപ്പെടുന്ന ആളായിരിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോഴും കണ്ടുമുട്ടാനും എപ്പോഴും തുറന്ന് സംസാരിക്കാനും പറ്റുന്ന സ്കൂൾ ഭാരവാഹികൾ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞ ആവശ്യം സ്കൂളിൻ്റെ ഏതൊരു ആവശ്യമായാലും സഹായിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ടെങ്കിൽ, അതിന് പറ്റുന്ന ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സ്കൂൾ മാനേജ്മെന്റിനെ സമീപിക്കാം. നിങ്ങൾ ഒരിക്കലും സ്കൂൾ മാനേജ്മെന്റിന്റെ ആളോ അല്ലെങ്കിൽ മറ്റൊരു ക്ലബിന്റെ ആളായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് സഹായിക്കാൻ വേണ്ടുന്ന മനസ്സാണ്, ദൃഢനിശ്ചയമാണ്. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ക്യാൻവാസിംഗ് ടീം ഈ പ്രാവശ്യം ഇവിടെ നമ്മുടെ MRP സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയാം. അത് ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു. സാർ, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടീമോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ സ്കൂളിന് വേണ്ടിയിട്ട്? സ്കൂളിൽ കുട്ടികളെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സ്റ്റാഫിൻ്റെ വകയിൽ സാധാരണ എല്ലാ വർഷവും ഒരു സെറ്റ് യൂണിഫോം വിതരണം ചെയ്യാറുണ്ട്. അത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിൻ്റെ വകയിൽ ഒന്നാം തരത്തിൽ പുതുതായി വരുന്ന കുട്ടികൾ കൊടുക്കുന്നതാണ്. പിന്നീട് ഗവൺമെൻറ് തലത്തിലാകട്ടെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യ പാഠപുസ്തകം നൽകുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ സ്കാംസ്, വാംസ്, മുസ്ലിം ജമാഅത്ത് പോലുള്ള സംഘടനകളുടെ വക പല പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ഒരു വാഗ്ദാനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 25ഓളം കുട്ടികൾക്ക്, നിർദ്ധനരായ കുട്ടികൾക്ക് പിന്നെ യൂണിഫോം അല്ല ബാഗ് കൊടുക്കാൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് കാര്യം പറയാനായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു തീരുമാനത്തിൽ വെച്ച് പിരിയാം. നമ്മുടെ ഹെഡ് മാസ്റ്ററും പ്രസിഡന്റും നേരത്തെ പറയുകയുണ്ടായി, ഇവിടെ സ്കൂളിന് വേണ്ടി ഊട്ടുവര ഒരുക്കാനും മറ്റിനുമായി ഇവിടെ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്, കുറച്ച് സാധന സാമഗ്രികൾ ഇറക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് അതിനോട് സഹകരിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും? MRP സ്കൂൾ ക്യാൻവാസ് ടീം എന്ന് പറയുന്നത് MRP സ്കൂൾ സ്റ്റാഫിൻ്റെ ഒരു സെക്രട്ടറി നിലയിൽ പറയുകയാണ്. 13 വർഷമായി MRP സ്കൂളിൽ സ്കൂൾ പ്രവർത്തനം നടത്തുന്നു. മാർച്ച് 20 മുതൽ ഏപ്രിൽ 30 വരെ മാട്ടോൺ സൗത്ത് കോളനി മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള എല്ലാ വീടുകളിലും ക്യാൻവാസിന് പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർ സാക്ഷികളാണ്. പോയ ഡേറ്റ് വേണമെങ്കിൽ ചോദ്യകർത്താവിന് ഇപ്പോൾ പോയ ഡേറ്റ് അടക്കം ഞാനിവിടെ കാണിച്ചു തരാൻ തയ്യാറാണ്. അതിൻ്റെ ക്യാൻവാസ് ലീഡർ ഞാൻ തന്നെയാണ്. 13 വർഷമായി 1998 മുതൽ ഈ 2012 വരെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സർക്കാരിൻ്റെയോ പ്രൊട്ടക്ഷൻ ഓർഡറോ നമുക്ക് യാതൊരു ബാധകമല്ല. അത് പ്രായം മറന്നുകൊണ്ട് സീനിയറായ അധ്യാപകരടക്കം എല്ലാവരുടെ വീട്ടിൽ വരുന്നുണ്ട് എന്നാണ് എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്. മാഷി ചോദിച്ച ചോദ്യം തക്കതായ മറുപടി അവന് ലഭിച്ചില്ല എന്ന് ബോധമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്കിവിടെ ശക്തമായ ഒരു സംഘടന രൂപീകരിച്ചു കഴിഞ്ഞു. നമുക്ക് സ്കൂളിന് വേണ്ടി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അവരിനി സ്കൂളിന് വേണ്ടി ഏതൊരു സഹായത്തിനും ഏതൊരു പുരോഗതിക്കും തയ്യാറാണ്. മറ്റ് ഗൾഫിലുള്ള സംഘടനയായാലും നാട്ടിലെ ക്ലബ്ബുകളായാലും നമ്മളിപ്പോൾ ഈ MRP പരിസരത്തുള്ള എല്ലാ യുവാക്കളും യുവതികളും സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്നും ഹെഡ് മാസ്റ്ററിൽ നിന്നും മറ്റുള്ള ഭാരവാഹികളിൽ നിന്നും എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് നമുക്ക് ചോദിക്കാം. ഇങ്ങനെയൊരു ഓഫറുമായി ഞങ്ങൾ വരികയാണെങ്കിൽ എത്ര കാലതാമസമെടുക്കും ഈ ഒരു കാര്യം നമുക്ക് അംഗീകരിച്ച് കിട്ടാനും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞങ്ങളുടെ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു
മറ്റൊരു എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ നമ്മുടെ സ്കൂൾ അധികൃതർ എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് സ്കൂൾ അധികൃതരോട് ചോദിക്കാം. ഇല്ല, ഗവൺമെൻറ് ഓർഡറിന് ആവശ്യമില്ല. സംഘടന സഹായിക്കാൻ വരുന്നതാണെങ്കിൽ കഞ്ഞിപ്പുരയ്ക്ക് ഞങ്ങൾ പ്രത്യേകം ഒരു സ്ഥലം സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ 2 ലോഡ് 1 ലോഡ് കോഴിയും കുറച്ച് ചരളും ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ബാക്കി പോരാത്ത ബാക്കിയുള്ള സാധനങ്ങളും ഇറക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സ്ഥലം കാണിച്ചു തരാം. നിങ്ങളിൽ ആർക്കെങ്കിലും സ്കൂളിനെ സഹായിക്കാനോ അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നൽകാനോ സ്കൂളിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ എന്തെങ്കിലും തരത്തിൽ തിരസ്കരിക്കപ്പെടുകയോ മറ്റ് എതിരഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മുടെ ഓഡിയൻസിൽ ആരെങ്കിലും ഉണ്ടോ? സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വേണം അതിൻ്റെ സഹായം വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു കൈപ്പേറി അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ ഫോറത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചർച്ചയാണ് എല്ലാ ചെയ്തികൾക്കും കാരണം എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ ഈ ചർച്ച മുന്നോട്ടുള്ള പുതിയ ചെയ്തികളുടെ തുടക്കമാവട്ടെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അതിനാണ് ഇത്രയും കുറച്ച് ഡിസ്കഷൻ വന്നത്. STPI എന്ന സംഘടനയിൽ നിന്നും സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു ഓഫർ അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കുടയും ബാഗും പുസ്തകങ്ങളും അവർ ഈ അധ്യയന വർഷത്തേക്ക് വേണ്ടി അവർ സ്പോൺസർ ചെയ്യാൻ വേണ്ടി നല്ലൊരു പേര് അവർ കൊടുക്കാം. ഇവിടെ അലുമിനി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ സദാസന്നദ്ധരാണ്. നമ്മുടെ MREP സ്കൂളിൻ്റെ ഭൗതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർ സന്നദ്ധരായി നിലവിൽ വന്നു. ഇനി നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ ഹെഡ് മാസ്റ്ററും PTA പ്രസിഡൻറ്റും അവരെ സമീപിച്ച് അവരെ ഉപയോഗപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നു. അവരെ കൃത്യമായി അവരെ സമീപിച്ച് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കണമെന്നാണ് അവസാനമായി പറയുന്നത്. അതുപോലെ നാട്ടിലുള്ള പല സംഘടനകളും ഈ MREP സ്കൂളിൻ്റെ ഇപ്പോൾ ഒരു സംഘടന സ്പോൺസർ ചെയ്തു. അതുപോലുള്ള സംഘടനകളൊക്കെ ഇതേപോലെ കാര്യങ്ങൾക്ക് വളരെ ശക്തമായി ഇടപെടുന്നുണ്ട്. അവർക്കും എന്ത് ചെയ്യാം, ഇതുപോലെ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടതുണ്ട്. അത് പരമാവധി വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്നൊരു ചൊല്ലുണ്ട്. നാം ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീണ് കിടക്കുന്ന ഈ പാറക്കഷ്ണങ്ങൾക്കും മൃതശരീരങ്ങൾക്കും തുല്യരാണ് എന്ന് പറഞ്ഞ മഹത്വത്തിൽ നമുക്കിവിടെ ഓർമ്മിക്കാം. ഹൃദയം തുറന്നു കിടക്കുകയാണ്, കൈകൾ മുന്നോട്ട് നീണ്ടു കിടക്കുകയാണ്. അതെ, ഞങ്ങളെ സഹായിക്കുവാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി നേരത്തെ അനൗൺസ് ചെയ്ത ഒരു സ്കിറ്റാണ്.